എൻ്റെ ചാനലിലെ ആദ്യത്തെ വ്ലോഗാണ്. എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇന്ന് തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ശ്രീകണ്ഠേശ്വരത്ത് പോവാന്ന് വിചാരിച്ചു. ഞാനും അമ്മയും കൂടെ പോവാന്നാ ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ആദുവിനെ കൂടെ കൊണ്ടുപോവാം. എന്തായാലും അതുവഴി പോവല്ലേ, പത്മനാഭ സ്വാമി ക്ഷേത്രം വഴി പോകാമെന്നായി. അവിടെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി. നല്ല ബ്ലോക്കായിരിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷെ സാരമില്ല, അതുവഴി തന്നെ പോവാന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ കാണാൻ പഴയ പോലെ തന്നെയുണ്ട്, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, പുറത്ത് പറയാനേ നാണക്കേടാണ്. എന്താന്നല്ലേ, ഈ അടുത്ത് കിടന്നിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒരു വട്ടം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. മനഃപൂർവ്വം പോകത്തൊന്നുമല്ല, പക്ഷെ സാഹചര്യം അതിന് വഴിയൊരുക്കില്ല എന്ന് വേണം പറയാൻ. എന്തായാലും കുറെ കടകളൊക്കെ കണ്ടു, അത് മതി എനിക്ക്. ഞാൻ വിചാരിച്ചു തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ഇന്ന് നല്ല തിരക്കായിരിക്കും. പക്ഷെ പ്രതീക്ഷിച്ച വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു എന്തായാലും തിരക്കൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒരു നൂൽജപം നടത്താം. പക്ഷെ മേൽശാന്തി ഇല്ലാത്തതുകൊണ്ട് അതും നടന്നില്ല. നമുക്ക് നന്നായിട്ട് തന്നെ തൊഴാൻ പറ്റി. എനിക്ക് പക്ഷെ എൻ്റെ വിരലെണ്ണാവുന്ന ദിവസം മാത്രമേ ഇവിടെ തൊഴാൻ വരാൻ പറ്റിയിട്ടുള്ളൂ, അത് സത്യം. അവിടെ ഇറങ്ങിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ മാത്രം ഫോട്ടോസാ, അമ്മയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് കുറച്ച് ചെടി വാങ്ങിച്ചാലോ, ഗവൺമെന്റിൻ്റെതായതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രീ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓൾറെഡി വീട്ടിൽ ഞാനൊരു ഓൺലൈനിൽ നിന്ന് ഒരു സ്ട്രോബെറി തൈ വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. പൈസ വെള്ളത്തിലായിന്നാ വിചാരിച്ച്, പക്ഷെ ഏറ്റില്ല. അതിൽ 2 കുഞ്ഞിലകൾ വന്നു. അത് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വാഴകളാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാ കാണുന്നത്, ഇങ്ങനത്തെ രീതിയിലെ കുഞ്ഞു വാഴത്തൈകൾ. പിന്നെ കുറച്ച് തക്കാളി, വഴുതനങ്ങ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കുറച്ച് തൈകളാണ്. എല്ലാ തൈകൾക്ക് 20 രൂപ വീതമേ ഉള്ളൂ. ഈ ചെടികൾക്കെല്ലാം ഓരോന്നിനും ഓരോരോ റേറ്റ് അനുസരിച്ചാണ്. എനിക്കിതൊന്നും ഞാൻ കണ്ടതിൽ വെച്ച് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്.
ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വീഡിയോ എടുത്തത് വലിയ ക്ലിയർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത പ്രാവശ്യം എന്തായാലും നല്ല രീതിയിലൊന്ന് എഡിറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ ആക്കി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. പിന്നെ ഇതൊക്കെ മാന്തൈ, നാരങ്ങ, അങ്ങനെ കുറച്ച് വലിയ വലിയ ഐറ്റംസ് ആണ്. അതൊക്കെ 200, 300 അങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത്. കണ്ടിട്ടില്ലാത്ത കുറേ പ്ലാന്റ്സ് ആണ്. പല പല വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ്സ്, സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര ഐറ്റംസ് മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം വെറുതെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഇതൊക്കെ പല രീതിയിലുള്ള ചെടിച്ചട്ടികളാണ്. പക്ഷെ നമുക്കിതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. എന്നാലും ഒന്ന് കണ്ടിരിക്കാം. കണ്ടെന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ സ്ട്രോബെറി വയ്ക്കാൻ കരുതി ചെറിയൊരു ചെടിച്ചട്ടി വാങ്ങിച്ചു. ഇതിന് വെറും 20 രൂപയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. വേറെ തിരിഞ്ഞൊന്നും നോക്കിയില്ല, നേരെ വീട്ടിലോട്ട് വിട്ടു. ബായ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കുറച്ചുകൂടി നന്നായിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് നൗ.